എൻ്റെ കൊറോണ കാല ചിന്തകൾ. നിറം പിടിപ്പിച്ച വാർത്തകൾ. വാർത്തകളേക്കാൾ നമുക്കിഷ്ടം കൗതുക വാർത്തകളാണ്. അക്കൂട്ടത്തിൽ ജീവിതമേ ഉലകം, സാക്ഷി, ചിത്രം വിചിത്രം, FIR തുടങ്ങിയ കൗതുക വാർത്തകളാണ് യഥാർത്ഥ വാർത്തകളേക്കാൾ കൂടുതൽ ആളുകൾ കാണുന്നത്. കൊറോണ കാലത്ത് ഏറെ കേട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ചൈന. ചില ഊഹാപോഹങ്ങളുടെ പിൻബലത്തിൽ ഓരോരുത്തർ വാട്സപ്പിലൂടെയും മറ്റ് ഫോർവേഡ് ചെയ്തു വരുന്ന സംഭവങ്ങൾ വസ്തുതകൾക്ക് നിരക്കുന്നതാണോ എന്ന് ആരും തന്നെ പരിശോധിച്ചിട്ടില്ലെന്നതാണ് പരമാർത്ഥം. മേൽപ്പറഞ്ഞ ചൈന വിരുദ്ധതയിൽ, ബയോളജിക്കൽ വാറിൽ പരമാർത്ഥം എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ഞാനും പല ദിവസങ്ങളായി തലപുകയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് 29/3/2020 മലയാള മനോരമ ദിനപത്രത്തിൽ ഡോക്ടർ പവിത്ര വെങ്കടഗോപാലൻ എന്ന ചെന്നൈ കെയർ ഹെൽത്ത് ഡയഗ്നോസ്റ്റിക് സെൻ്ററിൻ്റെ ഡയറക്ടറുമായി ഒരു അഭിമുഖം കാണാൻ ഇടയായത്. ഡോക്ടർ പവിത്ര വെങ്കടഗോപാലൻ US-ലെ അരിസോണ സ്റ്റേറ്റ് സർവകലാശാലയിലെ ബയോ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കൊറോണ വൈറസിനെ കുറിച്ചുള്ള പഠനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് PhD നേടിയ വ്യക്തിയാണ്. ഡോക്ടർ പവിത്ര വെങ്കടഗോപാലൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യനെയും മൃഗങ്ങളെയും ബാധിക്കുന്ന ഒരു വൈറസ് കുടുംബമാണ് കൊറോണ. വർഷങ്ങളായി പല രൂപത്തിൽ ഇത് നിലനിൽക്കും. ഈ കുടുംബത്തിലെ ഓരോ വൈറസും വ്യത്യസ്തവും രൂപത്തിൽ അപൂർവവുമാണ്. വവ്വാലുകളിൽ നിന്ന് തന്നെയാണ് പുതിയ വൈറസും മനുഷ്യരിലേക്ക് പകരുന്നത്. ജൈവ ആയുധം എന്ന അഭ്യൂഹം അടിസ്ഥാനരഹിതമാണ്. ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഈ വൈറസിനെ കുറിച്ച് ഗവേഷണത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ മറ്റൊരു വൈറസിനെ കുറിച്ച് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭിച്ചിട്ടില്ല എന്ന് അവർ തീർത്തു പറയുന്നു. റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ ലഭ്യമാകുന്നതോടെ വ്യാപനം തടയൽ കൂടുതൽ ഫലപ്രദമാകും. ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുന്നതിലൂടെ പോസിറ്റീവ് കേസുകൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താനാകുമെന്നും അവർ തുടർന്നു പറയുന്നു. വർഷങ്ങൾ ഗവേഷണം നടത്തി നേടിയ അറിവിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യങ്ങളാണോ നാം വിശ്വസിക്കേണ്ടത്, അതോ ഊരും പേരും വയ്ക്കാതെ ഫോർവേഡ് ചെയ്തു വരുന്ന ഒരടിസ്ഥാനവുമില്ലാത്ത മെസ്സേജുകളാണ്? നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിക്കണം, ചിന്തിച്ചേ പറ്റൂ. അല്ലാഞ്ഞാൽ നമ്മുടെ അറിവുകൾ വികലവും അടിസ്ഥാനരഹിതവും കൗതുക വാർത്തകൾക്ക് സമാനവുമായി.